SS രാജമൗലി എന്ന പേര് കേൾക്കാത്ത സിനിമാ പ്രേമി ഇന്ന് ഉണ്ടാകില്ല. ബാഹുബലി എന്ന ചിത്രം കൊണ്ട് ഭാഷയും ദേശവും കടന്ന് ആ പേര് പ്രേക്ഷകർക്കിടയിലേക്കെത്തി. എന്നാൽ ആ പേര് തൊട്ടടുത്തുള്ള അയൽ സംസ്ഥാനങ്ങളിലെ പ്രേക്ഷകരിലേക്ക് പോലും എത്തിയത് ഈ അടുത്ത കാലത്താണെന്ന് മാത്രം. പ്രേക്ഷകർ ആവേശത്തോടെ സ്വീകരിച്ച പല തമിഴ് ഹിന്ദി ചിത്രങ്ങളും രാജമൗലിയുടെ മൗലികതയിൽ രൂപം കൊണ്ട ചിത്രങ്ങളുടെ റീമേക്ക് ആയിരുന്നു. ഒട്ടുമിക്ക ചിത്രങ്ങളും മലയാളത്തിലേക്ക് മൊഴിമാറ്റിയെത്തിയെങ്കിലും പ്രേക്ഷകർക്ക് രാജമൗലി എന്ന സംവിധായകനെ അത്ര പരിചയമുണ്ടായിരുന്നില്ല. സാധാരണ തട്ടുകുളുപ്പൻ ചിത്രങ്ങളുടെ സംവിധായകർ ഒരാൾ എന്നേ കണക്കാക്കിയിരുന്നുള്ളൂ. 2011 സംവിധാന രംഗത്തേക്ക് എത്തിയ രാജമൗലി ഇതുവരെ 11 ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഈ ചിത്രങ്ങൾ കൊണ്ട് രാജ്യത്തെ ഏറ്റവും മികച്ച സംവിധായകരുടെ നിരയിലേക്ക് ഉയരുവാൻ അദ്ദേഹത്തിനായി. 11 ചിത്രങ്ങളിൽ ഏറെയും രാജമൗലിയുടെ പിതാവ് KV വിജയേന്ദ്ര പ്രസാദിന്റെ രചനയിലായിരുന്നു. ചില ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ കഥയിൽ രാജമൗലി തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്തു. 2009 തിയേറ്ററുകളിലെത്തിയ മഗധീരയായിരുന്നു തെലുങ്ക് സിനിമാ ലോകത്ത് അതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ചിലവേറിയ ചിത്രം. രാം ചരൺ തേജയും കാജൽ അഗർവാളും നായികനായകന്മാരെ എത്തിയ ചിത്രത്തിലൂടെ അന്യഭാഷാ പ്രേക്ഷകർക്ക് രാജമൗലി എന്ന സംവിധായകനെ അറിയുകയായിരുന്നു. 40 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച ചിത്രം ആഗോളതലത്തിൽ ഏകദേശം 115 കോടിയോളം രൂപ കളക്ഷൻ നേടി കേരളത്തിലും മൊഴിമാറ്റി തിയേറ്ററുകളിൽ എത്തിച്ചു. മഗധീര എന്ന ചിത്രത്തിനു ശേഷം രാജമൗലി എന്ന സംവിധായകന്റെ പ്രതിഭയെ പ്രേക്ഷകർ അടുത്തിറങ്ങിയ സിനിമയായിരുന്നു ഈഗ. ഒരു ഈച്ചയെ കേന്ദ്ര കഥാപാത്രമാക്കി പ്രതികാര കഥ പറഞ്ഞ ചിത്രമായിരുന്നു ഇത്. നാനിയും സാമന്തയും പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രത്തിൽ കന്നഡ നടൻ കിച്ചു സുദീപായിരുന്നു വില്ലൻ. 130 കോടി രൂപ കളക്ഷൻ നേടിയ ചിത്രം 2012 ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ഒന്നായി മാറി. വിഷ്വൽ എഫക്ട്സ് എന്നിവയ്ക്കുള്ള ദേശീയ പുരസ്കാരങ്ങളും ചിത്രം നേടി. തെലുങ്കിലും തമിഴിലും ഓരോ സമയം ചിത്രീകരിച്ച സിനിമ ഈച്ച എന്ന പേരിൽ മലയാളത്തിൽ മൊഴിമാറ്റിയെത്തി. മഗധീര എന്ന ഗംഭീര ചിത്രത്തിനു ശേഷം രാജമൗലി ഒരുക്കിയ കൊച്ചു ചിത്രമായിരുന്നു മര്യാദ രാമണ്ണ. മഗധീരയിൽ രാം ചരണിന്റെ സുഹൃത്തായി വേഷമിട്ട സുനിൽ എന്ന കോമഡി നടനും ഇതേ ചിത്രത്തിൽ ചെറിയ വേഷത്തിലെത്തിയ സലോനി അശ്വിനിയും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ പ്രണയ ചിത്രം തെലുങ്കിൽ വൻ കളക്ഷൻ നേടി സൂപ്പർ ഹിറ്റായി മാറി. തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി, ബംഗാളി ഭാഷകളിൽ ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടു. മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്ത ആദ്യ രാജമൗലി ചിത്രമായിരുന്നു മര്യാദ രാമണ്ണ. ഇതിന്റെ റീമേക്കായ ദിലീപ് നായകനായി മലയാളത്തിലെത്തിയ മര്യാദ രാമൻ എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു. ബാഹുബലി എന്ന ചിത്രത്തിനു മുമ്പ് പ്രഭാസിനെ നായകനാക്കി രാജമൗലി ഒരുക്കിയ ചിത്രമായിരുന്നു ഛത്രപതി. രാജമൗലിയുടെ പിതാവ് KV വിജയേന്ദ്ര പ്രസാദാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചത്. ബോക്സ് ഓഫീസിലെ പണംവാരി ചിത്രങ്ങളിൽ ഒന്നായി മാറിയത്. ചിത്രം മലയാളത്തിൽ മൊഴിമാറ്റിയെത്തി. രാജമൗലിയുടെ 4ാമത്തെ സംവിധാന സംരംഭമായിരുന്നു ഛത്രപതി. കന്നഡ, ബംഗാളി ഭാഷകളിൽ ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടു. ഛത്രപതിക്ക് ശേഷം രാജമൗലിയുടെ നായകനായത് രവിതേജയായിരുന്നു. വിക്രമാദിത്യ എന്ന ചിത്രം മറ്റൊരു സൂപ്പർ ഹിറ്റായി മാറി. രാജമൗലിയുടെ പിതാവ് KV വിജയേന്ദ്ര പ്രസാദ് തന്നെയായിരുന്നു ഈ ചിത്രത്തിന്റെ രചന. തമിഴിൽ കാർത്തി നായകനായും ഹിന്ദിയിൽ അക്ഷയ് കുമാർ നായകനായും ചിത്രം റീമേക്ക് ചെയ്തു. 5 ഭാഷകളിലാണ് ചിത്രം റീമേക്ക് ചെയ്തത്. വിക്രമാദിത്യൻ എന്ന പേരിൽ മലയാളത്തിൽ ഈ ചിത്രം മൊഴിമാറിയെത്തി. സൂപ്പർ സ്റ്റാർ ജൂനിയർ NTRനെ നായകനാക്കി രാജമൗലി ഒരുക്കിയ ചിത്രമായിരുന്നു യമദോങ്ക. കുടുംബ പ്രേക്ഷകർക്കായി ഒരുക്കിയ ചിത്രം വൻ വിജയമായി 100 ദിവസം തിയേറ്ററിൽ ഓടിയ ചിത്രം 2007 മികച്ച 5 ചിത്രങ്ങളിൽ ഒന്നായി മാറി. ജൂനിയർ NTRനൊപ്പം രാജമൗലിയുടെ 3ാമത്തെ ചിത്രമായിരുന്നു ഇത്. മറ്റു ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യാത്ത ആദ്യ രാജമൗലി ചിത്രം ഹിന്ദി, ഒറിയ ഭാഷകളിൽ മൊഴിമാറ്റിയെത്തി. 2001 രാജമൗലിയുടെ ആദ്യ ചിത്രം ജൂനിയർ NTRനെ നായകനാക്കി ഒരുക്കിയ സ്റ്റുഡന്റ് നമ്പർ 1 ഇതേ പേരിൽ തന്നെ തമിഴിലേക്കും റീമേക്ക് ചെയ്യപ്പെടുകയായിരുന്നു. 2ാമത്തെ ചിത്രം ജൂനിയർ NTRനൊപ്പമായിരുന്നു. സിംഹാദ്രി എന്ന ചിത്രവും ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടി. സിംഹാദ്രിയും കന്നഡ, തമിഴ് ഭാഷകളിൽ റീമേക്ക് ചെയ്തു. നിതിൻ എന്ന യുവതാരത്തെ നായകനാക്കി ഒരുക്കിയ സെയ് എന്ന ചിത്രമായിരുന്നു 3ാമത്തെ ചിത്രം. മലയാളത്തിൽ ചലഞ്ച് എന്ന പേരിൽ ചിത്രം എത്തി. മലയാളത്തെ കൂടാതെ ഹിന്ദി, തമിഴ് ഭാഷകളിലേക്കും ചിത്രം മൊഴിമാറ്റിയെത്തി. എന്ന ഡയമണ്ട് വീഡിയോ സ്റ്റോറി.